നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 9 കമ്പനികളിലെ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കമ്പനി ലുലു ആണ്. ലുലു കൊച്ചിയിലേക്ക് ഏതാണ്ട് 6ഓളം വിവിധ തസ്തികകളിൽ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള ഒരു പ്രമുഖ IT കമ്പനിയിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ മാതൃഭൂമി അല്ലെങ്കിൽ സൈലം ഇങ്ങനെ ചില പ്രധാനപ്പെട്ട കമ്പനികളിലേക്കുള്ള ചില ബൾക്ക് ഹയറിങ്ങും നടക്കുന്നുണ്ട്. അപ്പം മിനിമം ഒരു 10ാം ക്ലാസ് മുതൽ PG വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് വരെ ലഭ്യമായിരിക്കുന്ന ബൾക്കായിട്ടുള്ള ചില അവസരങ്ങൾ, കൂടുതലും ഫ്രഷേഴ്സിനൊക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലും അല്ലെങ്കിൽ കോഴിക്കോട് സൈബർ പാർക്കിലും വിവിധ രാജ്യങ്ങളിലും ഒക്കെ പ്രവർത്തനങ്ങളുള്ള സൂണ്ട്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IT കമ്പനിയിലേക്കാണ്. ഇവര് ഫ്രഷേഴ്സിന്റെ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമേഴ്സിനെയാണ് ഇവർ തേടുന്നത്. അതായത് ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നന്നായിട്ട് അറിയാവുന്നവർ. അപ്പൊ അങ്ങനെയുള്ളവർ, അത് എന്ത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഇവർ ക്വാളിഫിക്കേഷൻ ഒന്നും സൂചിപ്പിക്കുന്നില്ല. നല്ല MCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസോ IT-യോ BC-യോ BSc കമ്പ്യൂട്ടറോ അങ്ങനെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർ, നല്ല പ്രോഗ്രാമിംഗ് സ്കില്ലുള്ളവരുണ്ടെങ്കിൽ ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ ഫേസ് 1-ലുള്ള തേജസ്വിനി ബിൽഡിംഗിലെ 7th ഫ്ലോറിലെ സൂണ്ട്യയുടെ ഓഫീസിൽ വെച്ചാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് സ്കില്ലുള്ള ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് മറ്റൊരു IT കമ്പനിയിലെ ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം. പെർഫെക്റ്റ് ഫിറ്റ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇത് കൊച്ചിയിലുള്ള ഒരു IT കമ്പനിയാണ്. ഇവരുടെ ഒരു മെയിൻ പ്രോഡക്റ്റ് ആണ് ഈസ് ഗോയിങ് ഓൺലൈൻ എന്നുള്ളത്. അപ്പോൾ ഇവര് ചില ഇന്റേൺഷിപ്പ് ഹയറിങ് ഇപ്പം നടത്തുന്നുണ്ട്. ഇന്റേൺഷിപ്പിന്റെ ഒരു വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു 3 to 6 months ഇന്റേൺഷിപ്പാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് കുറേ ടെക്നോളജികളൊക്കെ പഠിച്ചെടുക്കുവാനായിട്ട് കഴിയും. പിന്നീട് ഈ ഇൻഫോ പാർക്കിലൊക്കെ ഉള്ള കമ്പനികളിലേക്കൊക്കെ ജോലിയിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. ഒരു ഇന്റേൺഷിപ്പിലൂടെ ഒരു എക്സ്പീരിയൻസ്, വർക്കിംഗ് നോളജ് ഒക്കെ നേടുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ഇന്റേൺഷിപ്പാണ് ഇവരെ ഓഫർ ചെയ്യുന്നത്. ടെക്നോളജിയിൽ പൈതൺ, റിയാക്ട്, നോഡ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോളജ് ഉള്ളവർക്ക് ഈ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഈ നോൺ ടെക്നിക്കലിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഡിസൈനിങ്, ഫോട്ടോഗ്രഫി ഇങ്ങനെയൊക്കെയുള്ള ഇന്റേൺഷിപ്പുകൾ ലഭ്യമാണ്. ഈ ഇന്റേൺഷിപ്പിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാനായിട്ട് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് പെർഫെക്റ്റ് ഫിറ്റ് സിസ്റ്റംസ് അല്ലെ ഇസ് ഗോയിങ് ഓൺലൈൻ നമുക്ക് കൊടുത്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഒന്നും അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ലുലുവിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ലുലു കൊച്ചിയിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 6 വിവിധ തസ്തികകളിലാണ് ഹയറിംഗ് ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അസിസ്റ്റന്റ് മാനേജർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ ക്യാമ്പയിൻ മാനേജർ, സോഷ്യൽ മീഡിയ ലീഡ്, പെയ്ഡ് മീഡിയ ലീഡ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അപ്പം എല്ലാ വേക്കൻസികളും ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലാണ്. എല്ലായിടത്തും എക്സ്പീരിയൻസ്, ഒരു മിനിമം 1 year എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഹയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകുന്നു. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ പോയി കൃത്യമായ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കും, ഇതിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജനുവരി 31, 2025. ഇനി നമുക്ക് സൈലത്തിൽ ലഭ്യമായിരിക്കുന്ന 2 അവസരങ്ങളൊന്ന് പരിശോധിക്കാം. സൈലവും ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മെഗാ ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതായത് ഇവരുടെ ഈ സൈലത്തിന് ഇപ്പോൾ കേരളത്തിൽ ആകമാനം അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫാക്കൽറ്റിയാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏതാണ്ട് 8-10 ലൊക്കേഷനുകളിലേക്ക് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത്രയും ലൊക്കേഷനുകളിലേക്ക് ഇവർ ഫാക്കൽറ്റിയെ ഹയർ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി ഈ വിഷയങ്ങളിലാണ്. 9 മുതൽ 12 വരെ ക്ലാസ്സിലുള്ള കുട്ടികളെ ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹയറിങ്. മിനിമം 1 year ഒക്കെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ ഈ സൈലത്തിൻ്റെ തന്നെ കൊമേഴ്സ് പ്രോ ഈ ഒരു ഡിവിഷനിലേക്ക് ഇവർ കൊമേഴ്സ് ഫാക്കൽറ്റിയുടെ ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. CA, CMA, ACCA ഇതൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരോ പാർഷ്യലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനും 3 year താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വരെ അവസരങ്ങളുണ്ട്. അപ്പോൾ സൈലത്തിലെ 2 റിക്രൂട്ട്മെന്റ്,
ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അടുത്ത അവസരം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഈ ഒരു കമ്പനിയിലേക്ക് എൻജിനീയേഴ്സിനെ, റിപ്പയർ കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയിലേക്ക് എൻജിനീയേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 10 പേരെയാണ് ഹയർ ചെയ്യുന്നത്. അതിൽ 5 പേരെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരെയാണ് ഹയർ ചെയ്യുന്നത്. 3 പേര് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരെ ഹയർ ചെയ്യുന്നു. കൂടാതെ ജൂനിയർ ആർക്കിടെക്റ്റ്, പ്രൊജക്ട് എഞ്ചിനീയർ, സൈറ്റ് എഞ്ചിനീയർ, ഇങ്ങനെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഇങ്ങനെ വിവിധ വേക്കൻസികളുണ്ട്. നോക്കുക, ആലത്തൂർ, വടക്കഞ്ചേരി, അതേപോലെ തലയോലപ്പറമ്പ് എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയാണ്. അതുപോലെ എടക്കൊച്ചി, കൊച്ചിയിൽ, ചാലക്കുടി, തൃശ്ശൂരിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിലും ഒക്കെ ആയിട്ട് ഈ ഹയറിങ് നടക്കുന്നുണ്ട്. ഇതിന് എൻജിനീയേഴ്സ്, ബിടെക് ഫ്രഷേഴ്സിനാണ് അവസരങ്ങളുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് പരിശോധിച്ച് അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി സ്വിസ് ഗ്രൂപ്പിലേക്ക് ഏതാണ്ട് 6 തസ്തികയിലേക്ക് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെയും ഒക്കെ ഹയർ ചെയ്യുന്നുണ്ട്. ഷോറൂം മാനേജറായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെയാണ്. തിരുവനന്തപുരം, കാലിക്കറ്റ്, കൊച്ചി, ഈ 3 ലൊക്കേഷനിൽ വേക്കൻസികളുണ്ട്. ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ഫ്രഷേഴ്സ് മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. വിവിധ നഗരങ്ങളിൽ അവസരങ്ങളുണ്ട്. പർച്ചേസ് എക്സിക്യൂട്ടീവായിട്ട് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഹയർ ചെയ്യുന്നത്. കൊച്ചിയിലായിരിക്കും അവസരമുള്ളത്. സർവീസ് അഡ്വൈസറായിട്ട് ഫ്രഷേഴ്സ് മുതൽ 5 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവരെ വരെ കൊച്ചിയിലേക്ക് ഹയറിങ് നടക്കുന്നുണ്ട്. HR എക്സിക്യൂട്ടീവായിട്ട് ഫ്രഷേഴ്സ് മുതൽ 2 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവരെ വരെ കൊച്ചിയിൽ ഹയറിങ് നടക്കുന്നുണ്ട്. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായിട്ട് കൊച്ചിയിലേക്ക് മിനിമം 2 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. മികച്ച ശമ്പളവും ബെനിഫിറ്റ്സും ഒക്കെ ലഭ്യമാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. സ്വിസ് ഗ്രൂപ്പിലെ ഈ അവസരത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം മാതൃഭൂമിയിലേക്ക്. മാതൃഭൂമി 2 ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വീഡിയോ എഡിറ്റേഴ്സ്, അതേപോലെ സോഷ്യൽ മീഡിയ പ്രൊഡ്യൂസേഴ്സ്, SEO സ്പെഷ്യലിസ്റ്റ്, അതുപോലെ ആപ്പ് ഡെവലപ്പർ, UI UX ഡിസൈനേഴ്സ്. ഇത്രയും 5 തസ്തികകളിലേക്കാണ് മാതൃഭൂമി ഹയറിങ് നടക്കുന്നത്. എല്ലാം ഒരു എക്സ്പീരിയൻസ് ഉള്ളവർ. ആപ്പ് ഡെവലപ്പറിന് മാത്രം എക്സ്പീരിയൻസ് സൂചിപ്പിക്കുന്നില്ല, ബാക്കിയുള്ളതിനൊക്കെ എക്സ്പീരിയൻസ് 2 ഇയർ ഒക്കെ ഉള്ളവരെയായിരിക്കും ഇവരെ പ്രിഫർ ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി അടുത്ത അവസരം മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്കാണ്. മൈജിയുടെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. ഇവിടെ കാണാൻ സാധിക്കും ടെലി കൗൺസിലേഴ്സ് 20 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. ടീം ലീഡേഴ്സ് 5 പേരെ, ഫാക്കൽറ്റി മെമ്പേഴ്സ് 15 പേരെ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് 5 പേരെ, അക്കാഡമിക് കൗൺസിലേഴ്സായിട്ട് 5 പേരെ, ടീം കോർഡിനേറ്റേഴ്സായിട്ട് 5 പേരെ. അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകുന്നുണ്ട്. ഇപ്പം ഫാക്കൽറ്റി മാനേജ്മെന്റിലോട്ടാണ് MBA-കാരെയാണ്. ഇനി ഫാക്കൽറ്റി ടെക്നിക്കൽ ഡിവിഷനിലേക്കാണ് BTech-കാരെയാണ്. ബാക്കി പൊസിഷനിലേക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഡേ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ഒരു ഗ്രൂപ്പിലേക്കാണ്. ഇന്ത്യയിലും വിദേശത്തേക്കുമൊക്കെ ഇവരെ ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വിദേശത്തേക്ക് ഒമാൻ, UAE, അതേപോലെ കേരളത്തിലുമൊക്കെ ഇവരെ ക്യാഷ്യർ, ക്യാപ്റ്റൻ, വെയിറ്റർ, പ്രപ്പ് കുക്ക്, ജ്യൂസ് മേക്കർ, ബ്രോസ് മേക്കർ, ഇത്രയും തസ്തികയിലേക്ക് ഹയറിങ് നടക്കുന്നുണ്ട്. 27-ാം തീയതി ഈ ഡേ മാർട്ടിന്റെ കോർപ്പറേറ്റ് ഓഫീസ് കോഴിക്കോട്ടേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഇതുകൂടാതെ ഡേ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് മറ്റൊരു ഹയറിങ് ഇവർ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വിവിധ തസ്തികകളിൽ, ഏതാണ്ട് 8 തസ്തികകളിൽ അവസരങ്ങളുണ്ട്. കാണാൻ പാക്കിംഗ് സ്റ്റാഫ്, അല്ലെങ്കിൽ എന്താ പറയുക, ഗോഡൗൺ കീപ്പർ, ബില്ലിംഗ് സ്റ്റാഫ്, അക്കൗണ്ട് സ്റ്റാഫ്, ബ്രാഞ്ച് മാനേജർ, പർച്ചേസ് മാനേജർ, സെയിൽസ് സ്റ്റാഫ്, ഡേറ്റ എൻട്രി സ്റ്റാഫ്, ഡെലിവറി ബോയ്, ക്ലീനിങ് സ്റ്റാഫ്, ഇത്രയും ഏരിയകളിലാണ് ഈ ഒരു ഡെയിലി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഹയറിങ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ ഏതായാലും ഞാൻ കണ്ടെത്തിയ ഒരു 50 കമ്പനികളിലെ അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ നോട്ടിഫിക്കേഷനിൽ പോയി ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ് എന്നുള്ള കാര്യം. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയൊക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.